ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹൈമവതിയുടെ അരികിലേക്ക് എത്തിയ ശ്രേയ ഗംഗ കിച്ചണിൽ പാചകം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഗംഗയുടെ പാചക വൈദഗ്ധ്യത്തെ കുറിച്ച് ഹൈമവതി വാദോരത്തെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രേയ പറഞ്ഞു, എൻ്റെ അമ്മേ, അവളുടെ കൈപുണ്യത്തെ കുറിച്ച് അമ്മയെ കൊണ്ട് പറയിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ വന്നത് മഹിയന് അവൾ ഊണ് തയ്യാറാക്കുകയാണ്. അത് അവള് ഓഫീസിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മഹിയേട്ടൻ ആ ഊണുമായി ഓഫീസിലേക്ക് മഹിയേട്ടനുള്ള ഊണുമായിട്ട് ഗംഗ പോയാൽ എന്താ സംഭവിക്കാന്ന് അമ്മയ്ക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹൈമവതി പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അവളുടെ ഊണ്, അവളുടെ കൈപുണ്യം അത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മഹിക്ക് അവൾ ആ ഭക്ഷണവുമായി ചെന്നാൽ മഹി അത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളോടുള്ള എല്ലാ വൈരാഗ്യവും പകയുമെല്ലാം മഹിക്ക് ഇല്ലാതാകും. അതാണ് സംഭവിക്കുക. അത് കേട്ട ഉടനെ തന്നെ ഹൈമവതിയോട് ശ്രേയ പറഞ്ഞു, എന്നാൽ ഞാനാണ് മഹിയേട്ടന് ഊണ് കൊണ്ടേ കൊടുക്കുന്നതെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട ഹൈമവതി പറഞ്ഞു, അയ്യോ ശ്രേയ, അത് വേണ്ട. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിലേ നീ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്താൽ മതി. അല്ലാതെ നീയൊന്നും ഉണ്ടായിക്കൊണ്ട് കൊടുക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി ദേഷ്യമായിരിക്കും നിന്നോട് മഹിക്കുണ്ടാവുക. അത് തീർച്ച. നിന്നെ ഈ വീട്ടിൽ പോലും പിന്നെ താമസിക്കാൻ മഹി സമ്മതിച്ചെന്ന് വരില്ല. അറിയാവല്ലോ, ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്കുള്ള താക്കോൽ എന്ന് പറയുന്നത് രുചികരമായ ഭക്ഷണമാണ്. അതാണ് എല്ലാ സ്ത്രീകളുടെയും കൈപുണ്യത്തിൻ്റെ രഹസ്യവും. കൈപുണ്യം കൂടുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷം കൂടാനുള്ള കാരണവും എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ശ്രേയ പറഞ്ഞു, എൻ്റെ മമ്മി, ഞാൻ അതല്ലമ്മേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതേ, അവൾ ഉണ്ടാക്കി വെക്കുന്ന ആ ഫുഡുണ്ടല്ലോ, അത് ഞാൻ തന്നെ മഹിയറിനെ കൊണ്ടുപോയി കൊടുക്കും. അവള് കാരിയറിനകത്താക്കി റെഡിയാക്കി വെക്കുമ്പോൾ ഞാനത് എടുത്തുകൊണ്ട് മഹീറിന് കൊടുക്കാനായി പോയാൽ മതിയല്ലോ, അത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കിച്ചണിലേക്ക് എത്തി. ഗംഗ ഈ സമയത്ത് മഹിക്കുള്ള ഫുഡ് വേഗം കാരിയറിൽ പാക്ക് ചെയ്തിട്ട് ഗംഗ റൂമിലേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോകുന്നു. ഈ സമയത്ത് ഹൈമവതിയും ശ്രേയയും കൂടി ഗംഗ അവിടെ നിന്ന് പോകുന്നത് മറഞ്ഞു നിന്ന് കാണുന്നു. ഗംഗ പോയെന്ന് ഉറപ്പായതോടെ ഇവരും കൂടി ആ ഫുഡ് കാരിയർ പോയി എടുക്കുന്നു. അതുമായിട്ട് ശ്രേയ മഹിക്ക് കൊടുക്കാനായി അതും കൊണ്ട് അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് ഗംഗ റെഡിയായി കിച്ചണിലേക്ക് എത്തിയതും അവിടെ വെച്ചിരുന്ന ആ ഫുഡ് കരിയർ കാണാതായതോടെ ആകെ വിഷമത്തിലാവുന്നു ഗംഗ. അയ്യോ, ആ കാരിയർ എന്ത് ചെയ്യുന്ന ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രേയ ഫുഡുമായി അവിടുന്ന് പോകുന്ന ശബ്ദം ഗംഗ കേൾക്കുന്നത്. ശ്രേയ കാറെടുക്കുന്ന ശബ്ദം കേട്ടതോടെ വേഗം ഗംഗ വാതിക്കലേക്ക് എത്തി. ശ്രേയ ആ ഫുഡുമായിട്ട് അവിടെ കാറിൽ പോയി എന്ന് ഉറപ്പായതോടെ ഗംഗയ്ക്ക് ആകെ നിരാശയായി. മഹിയേട്ടനുള്ള ഫുഡ് ശ്രേയിച്ച് കൊണ്ടുപോയല്ലോ എന്നോർത്ത് സങ്കടത്തോടെ നിൽക്കുകയും അതിനുശേഷം അതിലേക്കുള്ള ഫുഡുമായി ശ്രേയ ഓഫീസിൽ വന്നെത്തി. ഓഫീസിലേക്ക് ഗംഗ വന്ന് ശ്രേയ വന്നത് കണ്ട് മഹി ശ്രേയോട് ചോദിച്ചു, അല്ല ശ്രേയ, നീ എന്തിനത് ബുദ്ധിമുട്ടിയത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. എനിക്ക് ഇപ്പോൾ ഫുഡൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് മഹി പറയുമ്പോൾ ശ്രേയ പറഞ്ഞു, മഹിയേട്ടൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും? അതുകൊണ്ട് മഹിയേട്ടൻ ഫുഡ് കഴിച്ചേ പറ്റൂ. വന്ന് കഴിക്കും മഹിയേട്ടാ. ഇവിടെ എല്ലാ സ്റ്റാഫും ഫുഡ് കഴിക്കുമ്പോൾ മഹിയേട്ടൻ മാത്രം കഴിക്കാതിരിക്കുന്നത് മോശമല്ലേ എന്ന് പറയുമ്പോൾ അവിടേക്ക് എത്തിയ ഒരു സ്റ്റാഫ് പറഞ്ഞു, ചെന്ന് കഴിക്കും സാർ, സാറിന് വേണ്ടി ഭക്ഷണവുമായിട്ട് വന്നതല്ലേ മാഡം എന്ന് പറഞ്ഞതും മഹിയോട് ശ്രേയ നിർബന്ധിച്ചു. മഹി വീണ്ടും ആകെ വിഷമത്തോടെ വേണ്ട ശ്രേയ എന്ന് പറയുമ്പോൾ ശ്രേയ മഹിയോട് പറഞ്ഞു, മഹിയേട്ടൻ അത് കഴിച്ചില്ലെങ്കിൽ എനിക്കാകെ വിഷമാവും, ഞാനും ഇനി ഫുഡൊന്നും കഴിക്കില്ല എന്നെല്ലാം ശ്രേയ മഹിയെ വീഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചു. അവസാനം മഹി ശ്രേയയുടെ ആ തീരുമാനം, ശ്രേയയുടെ ആവശ്യം അംഗീകരിക്കുന്നു. ശരി ശ്രേയ, ഫുഡ് എടുത്തോ എന്ന് പറഞ്ഞ് മഹി കഴിക്കാനായി ഡൈനിങ് ടേബിളിനരികിലേക്ക് ചെന്നിരുന്നു. ഈ സമയത്ത് ശ്രേയ ഫുഡ് മഹിക്ക് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഗംഗ ഫുഡുമായി എത്തുന്നത്. ഗംഗ ഫുഡുമായി വരുന്നത് കണ്ട് ആ നിമിഷം ഇനി എന്ത് ചെയ്യുന്നോർത്ത് ഗംഗ എങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് മറ്റൊരു സ്റ്റാഫ് ഓടിയെത്തി. ആഹാ, മഹി സാറിൻ്റെ വൈഫ് എത്തിയോ? മേഡം ഈ എന്താ സാറിനുള്ള ഫുഡുമായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രേയ ഫുഡുമായി വന്ന വിവരം സ്റ്റാഫ് അറിഞ്ഞതുകൊണ്ട് ഗംഗ പറഞ്ഞു, അതെ ശ്രേയച്ചി ഇവിടേക്ക് ഫുഡുമായി വന്ന വിവരം ഞാൻ അറിഞ്ഞില്ല, മഹീറിന് അത് കൊടുക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഗംഗ പറയുമ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞു, മേഡം, ഞാൻ പറയുന്ന മേഡത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. മഹി സാറ് നല്ല മനുഷ്യനാണ്, നല്ല ക്യാരക്ടറുമാണ്. എങ്കിലും പുറത്തുനിന്ന് വരുന്ന ആളുകളെ നമ്മുടെ കുടുംബജീവിതത്തിലെ അവർക്ക് കയറി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത്. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യാനുള്ള അവസരം കൊടുക്കരുത് മാഡം, അതാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, ശരി, എനിക്ക് മനസ്സിലായി എന്ന് ഗംഗ സമ്മതം മൂളി അങ്ങനെ നിൽക്കുമ്പോൾ മേഡത്തിനുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് അവിടെ നിന്ന് പോകുന്നു. ഗംഗ ആകെ നിരാശയോടെ അങ്ങനെ നിന്നു. ഈ സമയത്ത് എന്നെ സഹായിക്കാൻ ഗൗരിജിക്ക് മാത്രമേ കഴിയൂ എന്ന് ഗംഗ മനസ്സിൽ ആശങ്കയോടെ ആലോചിച്ചു. അപ്പോഴാണ് അവിടെ
വേദനയോടെ ഗൗരിയെ ഗംഗ വിളിച്ചത്. ഗൗരീച്ചി ഒന്ന് വരുവോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ഗംഗയുടെ വിളി കേട്ട് ഗൗരി അവിടേക്ക് എത്തി. ഗംഗെ, എന്താ നീ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം ഗൗരീച്ചി എത്തിയോ എന്ന് വളരെ വിഷമത്തോടെ ഗംഗ ചോദിക്കുമ്പോൾ ഗൗരി ചോദിച്ചു, എന്താ ഗംഗെ, എന്ത് പറ്റി, എന്താ കാര്യം എന്ന് ചോദിച്ച ഉടനെ തന്നെ ഗംഗ വിവരങ്ങൾ വിശദമായി പറയുന്നു. ഞാൻ മഹിയേട്ടനുള്ള ഭക്ഷണം വേഗം റെഡിയാക്കിയതായിരുന്നു. പക്ഷെ അത് ഞാൻ കാരിയറിലാക്കി അവിടെ വെച്ച സമയത്ത് ഡ്രസ്സ് മാറാൻ പോയപ്പോഴേക്കും ശ്രേയിച്ച് അതെടുത്തുകൊണ്ട് മഹിയേട്ടന് കൊടുക്കാനായി ഇവിടേക്ക് പോന്നു. ഇത് കേട്ട ഗംഗയോട് ഗംഗ ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് ഗൗരി പറഞ്ഞു, ഗംഗെ, നീ വിഷമിക്കാതെ, ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം. ശ്രേയയുടെ പ്രവൃത്തി അല്ലെങ്കിലും ശരിയല്ല, അതിനെന്താ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. എന്തായാലും ശ്രേയ ഓടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ശ്രേയ കൊണ്ടുവന്ന ഫുഡ് മഹിയേട്ടൻ കഴിക്കാറാകുമ്പോൾ ഈ ഫുഡ് കൃത്യമായി മഹിയേട്ടന് കൊണ്ടേ കൊടുക്കണം. അത് കേട്ടതും ഗംഗ പറഞ്ഞു, ശ്രേയച്ചയെ ഉപദ്രവിക്കൊന്നും വേണ്ട ഗൗരീച്ചി, ഒന്ന് പേടിപ്പിച്ചാൽ മതി എന്ന രീതിയിൽ പറയുമ്പോൾ ശ്രേയയോട് എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം, അതോർത്ത് നീ ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞ് ഗൗരി വേഗം ശ്രേയയും മഹിയും ഇരിക്കുന്ന ആ ഡൈനിങ് റൂമിനരികിലേക്ക് എത്തുന്നു. അവിടെ മഹിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ട് ശ്രേയ അവിടെ നിന്നു. മഹിയേട്ടന് ഇഷ്ടമുള്ള വിഭവങ്ങൾ തന്നെ ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ശ്രേയ മഹിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. മഹി അത് കഴിച്ചു തുടങ്ങുമ്പോഴേക്കാണ് പെട്ടെന്ന് ഗൗരി അവിടേക്ക് എത്തിയത്. ശ്രേയ, നീ ചെയ്യുന്നത് ശരിയല്ല, ശരിയായ പ്രവൃത്തിയല്ല നിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗൗരി അങ്ങ് നിൽക്കുമ്പോൾ അവിടെ ഭിത്തിയിൽ ഒരു പല്ലി ഇരിക്കുന്നത് ഗംഗ കണ്ടു. ഗൗരി കാണാനിടയായി. ഉടനെ തന്നെ ഗൗരിയും ആ പല്ലിയെ എത്രയും വേഗം ആ ഭക്ഷണത്തിലാക്കണമെന്ന് ഗൗരി തീരുമാനിച്ചു. ഉടനെ തന്നെ ആ പല്ലിയെടുത്ത് അവിടേക്ക് ശ്രേയ കൊണ്ടുവന്ന ആ ടിഫിൻ കരിയറിൽ ഒരു ബോക്സിനുള്ളിലേക്ക് ആ പല്ലിയെ എടുത്തു വെക്കുന്നു ഗൗരി. അതിനുശേഷം ഗൗരി പൊട്ടിച്ചിരിച്ചങ്ങനെ നിന്നു. ഈ സമയത്ത് ശ്രേയ ഇതൊന്നും അറിയാതെ മഹിയോട് പറഞ്ഞു, മഹിയേട്ടൻ ഫുഡ് മുഴുവൻ കഴിക്കണം, മഹിയേട്ടന് ഇഷ്ടമുള്ള ഒരു കറി കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇഷ്ടമുള്ള മീൻ വറുത്തത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഗംഗ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മീൻ വറുത്തതെടുത്ത് വേഗം ശ്രേയ മഹിക്ക് കൊടുക്കാനൊരുങ്ങി. അങ്ങനെ ശ്രേയ ആ ബോക്സ് തുറന്ന് അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഇടാൻ തുടങ്ങിയതും പെട്ടെന്ന് ആ പല്ലി നേരെ ആ പ്ലേറ്റിലേക്ക്, ആ ഇലയിലേക്ക് ചാടുന്നു. ഇത് കണ്ടതും മഹി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താ ഇതെന്ന് പറഞ്ഞു പേടിച്ച് മാറുമ്പോൾ പല്ലി വേഗം ആ ഇലയിലൂടെ ഓടിപ്പോകുന്നു. ഇത് കണ്ടതോടെ മഹി ചോദിച്ചു, ശ്രേയ, എന്താ ഇത് എന്ന് ചോദിച്ചപ്പോൾ ശ്രേയ പറഞ്ഞു, അയ്യോ, ഇത് പല്ലിയല്ലേ മഹിയേട്ടാ, നീ തന്നെ കളിയാക്കുവാണോ എന്ന് മഹി ചോദിച്ചതും ശ്രേയ പറഞ്ഞു, അല്ല മഹിയേട്ടാ, ഞാൻ എന്ന് പറഞ്ഞു മിണ്ടി പോകരുത് ശ്രേയ, നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് ഫുഡ് എടുത്തുകൊണ്ട് വരാൻ, കൊണ്ടുപോയത് മര്യാദയ്ക്ക്, നീ പല്ലിയും കൂടി എടുത്തു വെച്ചിട്ടാണോ എനിക്ക് ഫുഡ് എടുത്തുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചതും ശ്രേയ പറഞ്ഞു, മഹിയേട്ടാ, ഞാൻ കണ്ടില്ല ഇതിനകത്ത് പല്ലി കയറിയത് എന്ന് പറഞ്ഞു, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എടുത്തുകൊണ്ട് പോ ശ്രേയ എന്ന് പറഞ്ഞ് മഹി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ ക്യാബിനിലേക്ക് പോകുന്നു. ശ്രേയ ആകെ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങുന്നു. ശ്രേയയ്ക്ക് മഹിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഗംഗ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ശ്രേയയുടെ മനസ്സിലാകെ. ശ്രേയ മഹി ഗംഗയോട് ദേഷ്യപ്പെടുന്നതൊക്കെ ശ്രേയ സ്വപ്നം കണ്ടങ്ങനെ നിന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അരങ്ങേറുന്നത്. ഈ സമയത്ത് ഗൗരിയുടെ ആത്മാവ് ഗംഗയുടെ അരികിലേക്ക് എത്തി. ഗംഗെ, നീ വേഗം മഹിയേട്ടന് ഭക്ഷണം കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, എനിക്ക് പേടിയാണ് ഗൗരീച്ചി, മഹിയേട്ടൻ ഞാൻ ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ലല്ലോ എന്ന് വിഷമത്തോടെ പറയുമ്പോൾ മഹി വീണ്ടും ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തി. ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ ഭക്ഷണം കഴിക്കുക, ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം ആയതുകൊണ്ട് മഹിയേട്ടൻ കഴിക്കില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല, നീ ഭക്ഷണം കഴിക്കാതെ അങ്ങ് മരിച്ചോളാം, അത് മതി, മഹിയേട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനേക്കാൾ വേറെ സങ്കടം എനിക്ക് വേറെ ഒന്നുമില്ല എന്നെല്ലാം ഗംഗ പറയുമ്പോൾ മഹി പറഞ്ഞു, ഗംഗെ, നീ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് ഓരോന്നെല്ലാം പറയുന്നത്, ഞാൻ ഫുഡ് കഴിച്ചോളാം, പക്ഷെ നീയും കഴിക്കണം പോയി എന്ന് പറഞ്ഞ് മഹിയും ഗംഗയോട് ഭക്ഷണം വിളമ്പാനെ അറിയിച്ചു. ഗംഗ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയതും മഹി ഭക്ഷണം വളരെ സ്വാദോടെ കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഓരോ കറികളുടെയും ടേസ്റ്റ് രുചിച്ചു നോക്കി മഹി പറഞ്ഞു, കൊള്ളാം, കറികളൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നിന്റെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ മഹിയോട് ഗംഗ ചോദിച്ചു, മഹിയുടെ കുറച്ച് ചോറുകൂടി ഇട്ടേ. അപ്പോഴേക്കും മഹി പറഞ്ഞു, ഭക്ഷണമൊക്കെ അസലായി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതെ, ഇനി നീയും പോയി ഭക്ഷണം കഴിച്ചോളാം, ഞാൻ കഴിച്ചു കേട്ടല്ലോ എന്ന് മഹി പറഞ്ഞതും ഗംഗ പറഞ്ഞു, ശരി മഹിയേട്ടാ. അങ്ങനെ മഹി തന്നോട് സന്തോഷത്തോടെ സംസാരിച്ചതിൽ ഗംഗയ്ക്കും ഒത്തിരി സന്തോഷമാകുന്നു. ഗംഗ തിരിച്ച് ആ ഡൈനിങ് ടേബിളിന് പുറത്തൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ആ ക്യാബിൽ നിന്ന് പുറത്തു വന്ന ഗംഗയുടെ അരികിലേക്ക് ഗൗരി എത്തി. ഗംഗ, ഇപ്പൊ സന്തോഷമായാലോ അല്ലേ എന്ന് ചോദിച്ചതും സന്തോഷമായ ഗൗരിയേച്ചി മഹിയേട്ടൻ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചു, എനിക്കിതിൽ പരം വേറെ സന്തോഷമൊന്നുമില്ല
ഗൗരീശി എന്ന് പറഞ്ഞതും ഗംഗയോട് ഇതിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ഗൗരീശിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് ഗംഗ പറയുമ്പോൾ ഗൗരി പറഞ്ഞു, ഇതിനൊക്കെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ ഗംഗെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിടയിൽ ഇങ്ങനെ ഒരു നന്ദി വാക്കേണ്ട കാര്യവുമില്ല. പിന്നെ എന്തായാലും ഞാൻ സത്യത്തിൽ നിന്നോടാ നന്ദി പറയേണ്ടത്. എന്റെ മോൾക്ക് നീ നല്ലൊരു അമ്മയായതിന്, എന്റെ മഹീറിന് നല്ലൊരു ഭാര്യയായതിന്. സത്യത്തിൽ തന്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണ് നോക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഭാര്യമാരാണ്. അത്തരത്തിലുള്ള ആളാണ് ഞാനും. പക്ഷെ എന്തോ എങ്കിൽ നീയും മഹിയേട്ടനും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നവരെ നിങ്ങൾ ഒന്നിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പും തോന്നിയിട്ടില്ല എന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു. പിന്നെ നിങ്ങളെ അകറ്റാൻ വേണ്ടി പലരും പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം. തെറ്റിദ്ധാരണ മൂലമാണ് പലപ്പോഴും മഹിയേട്ടൻ അങ്ങനെയെല്ലാം പെരുമാറുന്നതും. അതെല്ലാം മാറ്റിയെടുക്കേണ്ടത് ഇനി നീയാണ് ഗംഗെ. എൻ്റെ മോൾക്ക് എനിക്ക് പകരമായി അമ്മയായി മാറിയവളാണ് നീ. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇത് കേട്ട ഗംഗ പറഞ്ഞു, മഹിയേട്ടന് ഞാൻ ഒപ്പമുള്ളത് എന്തെങ്കിലും വിഷമോ വേദനയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മഹിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കെന്റെ മാളൂട്ടിയെ മാറ്റി നിർത്താനാവില്ല. മാളൂട്ടി എന്നും എൻ്റെ ഒപ്പം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് എൻ്റെ മാളൂട്ടി എന്ന് മഹിയോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ചും ഗംഗയ്ക്ക് ഇപ്പോഴും മഹിയോടുള്ള ആ സ്നേഹവും മഹിയോടും മാളൂട്ടിയോടുമുള്ള സ്നേഹവും ഒക്കെ എത്രത്തോളമാണ് എന്ന് ഗൗരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗംഗ പറഞ്ഞു, എനിക്ക് ഇനി മോളില്ലാതെ ജീവിക്കാനാവില്ല ചേച്ചി. അത് കേട്ട ഗൗരി പറഞ്ഞു, നിന്നെപ്പോലെ ഒരു നല്ലൊരമ്മയെ എൻ്റെ മോൾക്ക് ഇനി കിട്ടുകയുമില്ല ഗംഗെ എന്ന് ഗൗരിയും അറിയിക്കണം. അപ്പോഴാണ് മഹിയേട്ടനോടൊപ്പം ഇനി സന്തോഷകരമായ ഒരു ജീവിതം, മഹിയേട്ടൻ്റെ തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കണം, അതാണ് നീ ചെയ്യേണ്ടത് എന്ന് ഗംഗയെ ഗൗരി ഉപദേശിച്ചു. അത് കേട്ട ഉടനെ ഗൗരിയോട് ഗംഗ പറഞ്ഞു, ഗൗരീശി, ഇനി ഗൗരീശിക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കണം. എൻ്റെ ആ കടമ ഞാൻ നിർവഹിക്കും. ഉടനെ തന്നെ ഗൗരീശിയുടെ ജീവൻ ആപത്തുണ്ടാക്കിയ ആ കൊലയാളി ആരാണെന്ന് നമ്മൾ കണ്ടെത്തും ഗൗരീശി എന്ന് ഗംഗ വാക്ക് നൽകി. അത് കേട്ട ഗംഗ ശരിയെന്ന് പറഞ്ഞ് തല കുലുക്കി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗംഗ ഗൗരിയോട് പറഞ്ഞു, ഗൗരീശി, ഇന്ന് തന്നെ നമുക്ക് ആ ഡയറി എടുക്കണം സർപ്പക്കാവിൽ നിന്ന്. അതിലുണ്ടാകും ഗൗരീശിയുടെ കൊലപാതകി ആരെന്നുള്ളതിനുള്ള തെളിവ് എന്ന് ഗംഗ ഗൗരിയോട് പറഞ്ഞു. അതും ശരി തന്നെയാണോ എന്ന് ഗൗരി തല കൊടുക്കുന്നു. അതിനുശേഷം കൈലാസത്തിൽ ആകെ വിഷമത്തോടെ ഇരിക്കുകയാണ് രാജി. രാജിക്കരികിലേക്ക് ദേവയാനി എത്തി ചോദിച്ചു, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് കേട്ട ഉടനെ രാജി എഴുന്നേറ്റ് ചോദിച്ചു, എന്താ അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞത്? പിന്നെ രാഹുൽ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കാം, അമ്മ മലയാളമല്ലേ പറഞ്ഞത്, പിന്നെ നിനക്ക് എന്താ മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം എന്ന് ചോദിച്ചു. ഉടനെ ഹൈമവതിയും ശ്രേയയും കൂടി അവിടേക്ക് എത്തി. രാജി ചോദിച്ചു, എന്താ അമ്മേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ദേവയാനി പറഞ്ഞു, എൻ്റെ മോന് എത്ര കോടികളുടെ ആസ്തി വരുന്ന സ്വത്തുക്കളായിരുന്നു അവളുടെ വിവാഹ നിശ്ചയത്തിലായി ഞങ്ങൾ ഒരുക്കിയിരുന്നത്. എന്നാൽ ആ വിവാഹം ഇനി നടക്കാൻ പോകുന്നില്ല. മറിച്ച് ഇപ്പോ എൻ്റെ മോളുടെ ജീവിതം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ദേവയാനി പറഞ്ഞു. അത് കേട്ട ദേവയാനിയുടെ വാക്കുകൾ കേട്ട് രാജി ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ദേവയാനി പറഞ്ഞു, അതെ, എൻ്റെ മോൻ എത്ര കോടികൾ വാങ്ങിച്ച് വിവാഹം കഴിക്കാനുള്ള, അല്ലെങ്കിൽ എത്ര കോടികൾ അവന് സ്വീകരണമായി കിട്ടുമെന്നറിയാമായിരുന്നോ? അതുകൊണ്ട് നീയും നിന്റെ അമ്മയും കൂടി പോലീസുകാരെ മുൻനിർത്തി ഭീഷണിപ്പെടുത്തിയല്ലേ എൻ്റെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് എൻ്റെ മോന് വേണ്ടുന്ന സാമ്പത്തികവും ഒക്കെ ഇനി നീയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോന് കിട്ടാൻ പോയിരുന്ന, അല്ലെങ്കിൽ കിട്ടുമായിരുന്ന ആ സാമ്പത്തികം അത്രയും സ്വീകരണമൊന്നും നിനക്ക് തരാൻ കഴിയില്ല. എൻ്റെ മോന് അത്രയേറെ സ്വീകരണം നൽകി നിനക്ക് എൻ്റെ മോനെ സ്വന്തമാക്കാനാവില്ല. അതുകൊണ്ട് എനിക്കും എൻ്റെ മോനും ഞാൻ പറയുന്ന തുക നീയും നിന്റെ അമ്മയും കൂടി തരണം. അത് കേട്ടോടനെ രാജി ആകെ ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോൾ വേഗം രാഹുൽ അരികിലേക്ക് എത്തി ദേവയാനോട് പറഞ്ഞു, അമ്മേ, 15 ലക്ഷം അതാ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞ് 50 ലക്ഷവും 15 ലക്ഷം 50 ലക്ഷവും ഒപ്പം 50 ലക്ഷവും 250 പവനും അതാണ് വേണ്ടത്. അങ്ങനെ പറയണം എന്ന് ദേവയാനിയെ രാഹുൽ തന്നെ മുൻകൂർ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അത് കേട്ട കൃത്യസമയത്ത് അവിടേക്ക് എത്തിയ പാവം രാജിയുടെ മുന്നിൽ ദേവയാനി അങ്ങനെ ഒരു നിബന്ധന കൂടി വെച്ചു, നിന്നെ ഞാൻ സ്വീകരിക്കാം, എൻ്റെ മരുമകളായി അംഗീകരിക്കാം, പക്ഷേ നീ നിന്റെ അമ്മയും ചേർന്ന് 50 പവനും 50 ലക്ഷം രൂപയും 250 പവനും വേണം. അതാ വേണ്ടത്. അത് എത്രയും മീൻ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ
നിനക്ക് പിന്നെ ഈ വീട്ടിലൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് ദേവയാനി രാജിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു.